പോലീസിനെ വട്ടം കറക്കി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ. ഭക്ഷണകാര്യങ്ങൾക്കാണ് അഫാന്റെ കടുംപിടുത്തം. ഉച്ചയൂണിന് മീൻകറി നിർബന്ധം, വൈകിട്ട് ചിക്കനും പൊറോട്ടയും, 4 മണിക്ക് കട്ടൻ. ബ്രേക്ക്ഫാസ്റ്റിൽ മാത്രം കടുംപിടുത്തമില്ല. പാങ്ങോട് സ്റ്റേഷനിൽ കഴിയുന്ന പ്രതി ഭക്ഷണം കഴിക്കുന്നതിനോട് വിമുഖത പ്രകടിപ്പിച്ചതോടെയാണ് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകാൻ പോലീസുകാരും നിർബന്ധിതരായത്. കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണം നൽകിയപ്പോൾ മീൻകറി ഇല്ലേ സാറേ എന്നായിരുന്നു ചോദ്യം. ഇന്നലെ വൈകിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന കാര്യം അന്വേഷിച്ചപ്പോഴാണ് താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നത് എന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും പ്രതി പറഞ്ഞത്. തുടർന്ന് അഫാൻ ഇഷ്ടമുള്ള ചിക്കനും പൊറോട്ടയും പോലീസുകാർ വാങ്ങി നൽകി. സാധാരണ പ്രതികൾക്ക് സെല്ലിനകത്ത് വിരിച്ചു കിടക്കാൻ പേപ്പറുകളാണ് കൊടുക്കാറുള്ളത്. എന്നാൽ തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് അഫാൻ നിർബന്ധം പിടിച്ചതോടെ പോലീസുകാർ തന്നെ സെല്ലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ചു നൽകി. ഇതിനിടെ പോലീസുകാർ നൽകിയ പേപ്പറിലെ വാർത്തകളെല്ലാം പ്രതി വായിച്ചു. താൻ ചെയ്ത ക്രൂര കൊലപാതകത്തിന്റെ വാർത്തകളും വായിച്ച ശേഷമാണ് പത്രം തിരിച്ചു നൽകിയത്. കഴിഞ്ഞ ദിവസം മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിക്കുന്ന സമയത്തും പ്രതി പോലീസിനോട് കട്ടൻ ചായ ആവശ്യപ്പെട്ടിരുന്നു. വൈകുന്നേരം 4 മണിക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ നേരത്താണ് കട്ടൻ വേണമെന്ന ആവശ്യം അഫാൻ പോലീസുകാരോട് പറഞ്ഞത്. 4 മണിക്ക് സ്ഥിരമായി കട്ടൻ കുടിക്കാറുണ്ട് എന്നും ഇല്ലെങ്കിൽ തലവേദനയെടുക്കുമെന്നാണ് പോലീസുകാരോട് പറഞ്ഞത്. ഇതോടെ കട്ടൻ വാങ്ങാനായി പോലീസുകാരനെ നേരെ എതിർവശത്തുള്ള ചായക്കടയിലേക്ക് വിട്ടു. അവർ പറഞ്ഞതനുസരിച്ച് ചായയുമായി കടക്കാരനും എത്തി. ഇതോടെ 4 മണിക്ക് പറഞ്ഞ തെളിവെടുപ്പ് അല്പം വൈകി. ഇന്നലെ രാവിലെ അഫാന്റെ കുഴഞ്ഞുവീഴൽ നാടകവും പോലീസ് പൊളിച്ചിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച അഫാനെ ചോദ്യം ചെയ്യലിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ 7-ന് തെളിവെടുപ്പിനായി താഴെ പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തിക്കുമെന്നായിരുന്നു വിവരം ലഭിച്ചത്. രാവിലെ 6:30-യോടെ പ്രഭാതകൃത്യത്തിനായി പോകണമെന്ന് അഫാൻ ആവശ്യപ്പെടുകയും പോലീസ് വിലങ്ങിഴച്ചു കൊടുക്കുകയുമായിരുന്നു. എന്നാൽ സെല്ലിനകത്തെ ശൗചാലയത്തിൽ പോയ അഫാൻ തലകറക്കമുണ്ടെന്ന് പറയുകയും ബോധക്ഷയം അഭിനയിച്ച് വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ പാങ്ങോട് പോലീസ് കല്ലറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് തെളിവെടുപ്പ് വരെ സെല്ലിൽ തലങ്ങും വിലങ്ങും നടന്ന അഫാൻ ഉച്ചയൂണ് നൽകിയപ്പോൾ മീൻകറി ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചത് എന്നും കൊണ്ടു നടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റിക വാങ്ങിയത് എന്നുമാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപ്പെടുത്തുന്ന രീതിയും മറ്റും ഇന്റർനെറ്റിൽ തെരഞ്ഞിട്ടില്ല എന്നും മൊബൈൽ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് കൊലപ്പെടുത്താൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചത്. അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് 30 പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു. അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു. അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമായിരുന്നു. അതിന് ഒരു മാർഗവുമില്ല. ഇതിനു പുറമെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെന്നും പ്രതി തെളിവെടുപ്പിനിടെ മൊഴി നൽകി. ദിവസവും പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാരിൽ നിന്നാണ് കൂടുതൽ പണവും വാങ്ങിയത് എന്നും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട്. അഫാൻ 2.5 ലക്ഷത്തിന്റെ ബൈക്കും പിന്നീട് കാറും വാങ്ങിയതോടെയാണ് കടം നൽകിയവർ സമ്മർദ്ദം ചെലുത്തിയത്. സുഹൃത്ത് ഫർസാനയിൽ നിന്ന് വാങ്ങിയ മാല ഫർസാനയും തിരികെ ചോദിച്ചിരുന്നു. പിതാവ് അറിയാതെയാണ് ഫർസാന അഫാന് മാല കൈമാറിയത്. പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയത്. അഫാൻ പറഞ്ഞ 70 ലക്ഷത്തിന്റെ കടം അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചു. അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ഷെമി ചിട്ടി നടത്തിയതും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് വിവരം. എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അതിനിടെ അഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വൈകിട്ടോടെ നെടുമങ്ങാട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തുടർന്ന് പിതൃ സഹോദരന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അനുജിന്റെയും പെൺസുഹൃത്തിന്റെയും കൊലപാതകത്തിൽ അവസാനമാകും വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കുക.